അവരെ നമ്മൾ പേരിട്ട് വിളിക്കേണ്ടത്. ഒരു സത്യഭാമ എന്ന് പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കള്ള ഏജൻസിക്കാരെ സമീപിച്ച് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് വെപ്പും മുടിയും വെച്ച് നടക്കുന്ന കള്ള പേരിൽ അറിയപ്പെടുന്ന സത്യഭാമ. അങ്ങനെയാണ് പറയേണ്ടത്. കാരണം ഇവരെക്കുറിച്ച് ആർക്കും ഒരു ഡീറ്റെയിൽസ് പോലും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരൊരു ഫ്രോഡ് എല്ലാവർക്കും അറിയാം. ഇവർ ഒറിജിനൽ ഐ ഡിയും കൊണ്ട് നടക്കുന്ന ടൈപ്പ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി കാർഡും വെച്ചിട്ട് സത്യഭാമ കളിച്ച് ചമഞ്ഞ് നടക്കുന്ന ഒരു ടൈപ്പ്. അങ്ങനെ വേണം പറയേണ്ടത്. ഈ കഴിഞ്ഞിടക്ക് നന്ദന എന്ന് പറഞ്ഞൊരു ബിഗ് ബോസ് താരം നന്ദനയുണ്ട്, എൻ്റെ ഫ്രണ്ടാണ് അവൾ ഈ കഴിഞ്ഞിടക്ക് ഒരു ലൈവ് ഇട്ടായിരുന്നു ഇവരെക്കുറിച്ച് പറഞ്ഞിട്ട്. നന്ദന പറഞ്ഞ എല്ലാം കറക്റ്റ് കാര്യം. ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതുകൊണ്ടാണ് മോശമായിട്ട് വായി തോന്നി തെറി വിളിക്കൽ. അത് പച്ചയ്ക്ക് കേട്ട ഒരാളാണ് നിരഞ്ജന. എന്നെ പച്ചയ്ക്ക് എൻ്റെ വാട്സപ്പിലേക്ക് വന്നിട്ട് പച്ചയ്ക്ക് തെറി വിളിച്ച ഒരാളാണ് ഈ പറഞ്ഞ സത്യഭാമ കൊച്ചമ്മ. നന്ദന ഏതിനെ പറഞ്ഞ് നന്ദന പ്രതികരിച്ച് യൂട്യൂബ് ചാനലിൽ വന്ന് അവൾ പ്രതികരിച്ചു. അതിനെതിരെ ഇവർ കുറേ പ്രശ്നങ്ങളുമായിട്ട് വന്ന് ഇപ്പം എന്നെ ചാരാൻ വേണ്ടി നടക്കുന്നതാണ് ഈ പത്രാസ് കളിച്ച് കിടക്കുന്ന പട്ടുസാരി കൊടുത്ത് വാട്സപ്പിൽ ഫോട്ടോയൊക്കെ ഇട്ടിട്ട് സത്യഭാമയായിട്ട് ചമഞ്ഞ് കിടക്കുക. അവർ വിളിച്ച പച്ച ഓഡിയോ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. വാട്സപ്പിലേക്ക് എനിക്ക് അയച്ച ഓഡിയോ റെക്കോർഡാണ്. ഈ പൂമോള്, ഈ സത്യഭാമ പൂമോള് അയച്ച ഓഡിയോ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമ്പോൾ എത്രമാത്രം അഴുക്ക് സ്ത്രീയാണ്. നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് സത്യഭാമയുടെ തനി സ്വരൂപം. ഇവരെ പിന്നെ എങ്ങനെ സത്യഭാമ എന്ന് വിളിക്കണം? ഇത്രയും അഴുക്ക് പിടിച്ച ഒരു ഫ്രോഡ് ലേഡി സത്യഭാമ എന്ന് പറഞ്ഞ് വേഷം കെട്ടി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നടക്കുന്ന ഈ സത്യഭാമേനെ നമ്മൾ എന്ത് പേരിടണം? വെപ്പ് മുടിയും വെച്ച് കാർക്കൂന്തൽ, അവളുടെ കാർക്കൂന്തൽ കറുത്തതല്ല, വെളുത്തതാ, നല്ല വെള്ള കാർക്കൂന്തലാണ്. കറുത്തതല്ല അവളുടെ കണ്ണ് കൃഷ്ണമണിയുടെ ഉള്ളിലുള്ള സാധനം കറുപ്പല്ല, വെളുത്ത കൃഷ്ണമണിയാ ഉള്ളിലുള്ളതല്ലേ അല്ലേടി പൂമോളെ? നീ കറുപ്പിനെ പിന്നെ വിവരിച്ച് പറഞ്ഞ പൂമോളല്ലേ നീ? എടാ നീ എന്നെ മറ്റെവിടുത്തെ വായില കേട്ടുകഴിഞ്ഞാൽ നീ നാർത്തേ ഉള്ളു, പറഞ്ഞില്ല എന്ന് വേണ്ട. സത്യഭാമ കൊച്ചമ്മ കളിക്കുന്ന നീ സത്യഭാമി സത്യഭാമി, ഇതാണ് നിനക്ക് പറ്റിയ പാട്ട്, മനസ്സിലായോ? അല്ല കലാമണ്ഡലം എന്നുള്ള പേര് വിട്ടേക്ക്. കലാമണ്ഡലം എന്നുള്ള പേര് നീ ഉപയോഗിക്കേണ്ടതല്ല, അത് വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ടതാണ് കലാമണ്ഡലം പേരെന്ന് പറയുന്നത്, മനസ്സിലായോ? അത് വെച്ച് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടടി. അല്ല നിന്നെ പോലുള്ള കോമാളി കളിച്ചിടക്കണ സത്യഭാമയെ വെങ്ങോട്ട് കിടക്കുന്ന നിനക്ക് എവിടെ പേര് വരുന്നത്? ഈ കലാമണ്ഡലം പേര് ആയിട്ട് നടക്കുന്ന സത്യഭാമ കൊച്ചമ്മ. നീ ആരാന്ന് വിചാരിച്ചത്? നിരഞ്ജനയുടെ അടുത്ത് നിന്റെ കളി വേണ്ട. പിന്നെ ഞാനൊരു കാര്യം, ഈ കലാമണ്ഡലം പൂമോളുടെ അടുത്ത് കളിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ, അശേഷം വിവരം ഉണ്ടെങ്കിൽ, എൻ്റെ പൊന്നു മക്കളെ, ഈ തെറി വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ സത്യഭാമയിലൂടെ കളിക്കാൻ തോന്നുന്നത്? അതുകൊണ്ട് ഈ സത്യഭാമയുടെ കീഴിലേക്ക് വിടുന്ന ഈ പിള്ളേരുടെ അമ്മമാരോട് ഞാൻ ചോദിക്കുവാണ്, ഈ തെറിവിളി കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഈ സത്യഭാമയുടെ അടുത്തേക്ക് വിടാനായിട്ട്? ഈ പുന്നാര മോളെ എന്നെ വന്ന് വിളിച്ച തെറിയ, ഇന്ന് വൈകിട്ട് വിളിച്ച തെറിയ. പുന്നാര മോളുടെ കൂടെ നടക്കുന്ന മോനാന്ന് പറഞ്ഞ് വേഷം കെട്ടിയ സത്യഭാമയുടെ മോനാന്ന് പറഞ്ഞ് വേഷം, അത് മോനൊന്നുമല്ല, കാമുകനാ, കള്ളക്കാമുകൻ, ചാരൻ, അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. കിളവി, പടുകിളവി, കുഴിയിൽ കാല് വെച്ചൊക്കെ നീയാണ് അവിടെ സത്യഭാമ. പുന്നാര മോളെ പൂമോളെ എന്നെ വലിച്ചെറിയ ഉപ്പിട്ട് വെക്കത്തേ ഉള്ളു, പറഞ്ഞില്ല എന്ന് വേണ്ട. നിരഞ്ജനയുടെ അടുത്താണോ നിന്റെ കളി?